ആ കരുണേട്ടാ, ഞാൻ ഒരു മാസമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും കിട്ടിയോ പണിക്ക്? കിട്ടിയോ? ആണോ? അവർ വേറെ പണിക്ക് വന്ന ആൾക്കാരാ? ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അവര് പോയതാ. ശരി ശരി. എങ്ങനെയാ ശമ്പളം കാര്യങ്ങളൊക്കെ? 20,000 രൂപ? ഇവിടെ അത്രത്തോളം പണിയൊന്നുമില്ല. ഞാൻ രാവിലെ പോകും, പിന്നെ മൂപ്പർക്ക് വേണ്ട ഭക്ഷണവും ഇത്തിരി വീട്ടിലൊന്ന് അടിച്ചു തുടയ്ക്കാനും അവരുടെ സമയത്തിന് ഭക്ഷണം എടുത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ആണോ? അത്ര തന്നെ കൊടുക്കണം. ശരി, എന്തായാലും ആയിക്കോട്ടെ. എനിക്ക് അത്ര അത്യാവശ്യമല്ലേ. പിന്നെ ഒരു കാര്യം പറയണേ, എനിക്കൊരു 3 മാസം നിൽക്കണം എന്തായാലും. ഇപ്പൊ 4 മാസം മൂപ്പരോട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിക്കുന്നു. ഞാൻ 1 മാസം ഞാൻ ലീവ് എടുത്തില്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ നിങ്ങളൊരു കാര്യം പറയും, അവരോട് എന്തായാലും ഇന്നൊന്ന് വരാൻ പറയുക. അപ്പൊ എനിക്കിന്നവരെ കാണാലോ. അപ്പൊ നാളെ തുടങ്ങി എനിക്ക് ജോലിക്ക് പോകാം. അവരെത്രയോ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, വൈകുന്നേരത്തിനുള്ളിൽ വന്നാൽ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി, ഉറപ്പായിട്ടും പറയണേ. ശരി. എന്താ പറ്റേ? ആള് കിട്ടിയോ? ആളെ കിട്ടി. അവര് എഞ്ചിന്റെ വീട്ടിൽ പണിക്ക് പോകുന്ന സ്ത്രീയാണത്രേ. അപ്പൊ അവരെന്താ ഡൽഹിക്ക് അവിടേക്ക് മാറ്റം കിട്ടിയിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവരിനെ പറഞ്ഞയക്കാന്ന് പറഞ്ഞു. ശമ്പളം അത്ര 20,000. എന്ത് ചെയ്യാനാ? ആളില്ലാണ്ട് പറ്റില്ലാലോ. ഇപ്പൊ 1 മാസമല്ലേ ഞാൻ ഇരിക്കുന്നത്. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ജോലി പോയി കിട്ടും. ഞാൻ പറഞ്ഞൊരു 3 മാസത്തിന് എന്തായാലും അവർ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നൊന്ന് അവരെ വരാൻ പറഞ്ഞു. എനിക്കെന്നാ കാണാമല്ലോ അവരെ. എല്ലാ കാര്യങ്ങളും പണിയൊക്കെ പറഞ്ഞല്ല അവർ വരുന്ന അത്രയും ഉറപ്പ് കിട്ടി. എനിക്ക് നാളെ രാവിലെ ജോലിക്ക് പോകാലോ. അവർ 8:30 എത്തിയാലും 8:30 എന്തായാലും എത്തില്ല. ബസ്സിലൊക്കെ കയറി വരണ്ടേ. 8:30 പറഞ്ഞാൽ എന്തായാലും 9 മണിയാകും. അപ്പൊ ഇന്ന് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞിട്ട് അവർ നാളെ തുടങ്ങി വരാന്ന് എനിക്ക് ഉറപ്പ് കിട്ടി. എനിക്ക് നാളെ എൻ്റെ പാട്ടിൽ ജോലിക്ക് പോകാലോ. നാളെ 8 മണിക്ക് വരാമെന്ന് അവർ പറഞ്ഞത്. ഇപ്പൊ പഞ്ചായത്തിൽ പോയി എന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആയിക്കോട്ടെ എന്നാ. എന്തായാലും നാളെ 8 മണിക്ക് എത്തിയാൽ മതി. ശരി ശരി എന്നാ. ശരി. ചമ്മു, ഒരു പണിക്കാരൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞ് ഇത്രമാത്രം കഷ്ടമോ? അത് 20,000 രൂപ ശമ്പളവും കൊടുക്കാന്ന് പറഞ്ഞിട്ട്. സ്വട്ടാ, ഞാൻ പോകുകയാണേ. അവള് ബസ് ഇറങ്ങിയെന്നാ പറഞ്ഞത്. അവളിപ്പോ വരും. പിന്നെ ഞാൻ കഞ്ഞി അരി എടുത്തു വെച്ചിട്ടുണ്ട്, പച്ചക്കറിയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് അടിച്ചു തുടയ്ക്കാൻ പറയണേ. മിഷീനിൽ തുണി ഇട്ടിട്ടൊന്ന് എടുത്ത് മേലെ ഇടാൻ പറയണം. ഞാൻ പോകട്ടെ. ഞാൻ അവളെ കാണും. എന്തായാലും ബസ് ഇറങ്ങിയെന്നാ പറഞ്ഞു. ഞാൻ അവിടെ അപ്പോഴേക്കും എത്തും ഞാൻ പറഞ്ഞു. ശരി എന്നാ. ഇതന്നല്ലേ വീട്? ഇവിടൊക്കെ വലിയ വീടാണല്ലോ. ഹലോ, നിങ്ങളുടെ പേരല്ലേ സുധാകരേട്ടൻ? അതെ, സുധാകരന്റെ കൂടെ. വണ്ടിന്ന് വീണിട്ട് കാല് മുറിഞ്ഞ് കിടക്കുകയാണ് പറഞ്ഞത്. നിങ്ങളുടെ ഭാര്യയല്ലേ ഇപ്പൊ ജോലിക്ക് പോയത്? ഇവിടെ ഒരാള് വേണം പറഞ്ഞിട്ട് പിന്നെ കരുണേട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാനാ വന്നത് ഇവിടെ. എന്റെ കാലിന് മുറിഞ്ഞിട്ടില്ലല്ലോ. വണ്ടി ചെറുതായിട്ട് പരിക്ക് പറ്റി. ഒരു 3-4 മാസം റെസ്റ്റ് എടുക്കും, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താ കരുണൻ കള്ളത്തരം പറഞ്ഞതാണോ? നിങ്ങളുടെ കാല് മുറിഞ്ഞ് കിടക്കുകയാണ്, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഭാര്യയ്ക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, നിങ്ങളെ നോക്കാൻ വേണ്ടി ഇരുന്നിട്ട്. ഇനിയും കൂടി ഇരുന്ന് അവര് ജോലി പോകും പറഞ്ഞിട്ടാണ് എന്നെ വരാൻ പറഞ്ഞത്. ഇത് വേറെ സാധനമുള്ളോ? അല്ല, ഇതിന്റെ മുന്നിൽ അപ്പൊ എന്താ ഇതിന്റെ മുന്നിൽ നിങ്ങളുടെ കരുണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ എഞ്ചിനീയറിന്റെ വീട്ടിൽ പണിയെടുത്തതാ. അവരിപ്പോ ഡൽഹിക്ക് മാറ്റം കിട്ടിയിട്ട് പോയി. എനിക്കവിടെ 20,000 രൂപ ശമ്പളം തരുന്നുണ്ട്. 20,000-ൽ 5 പൈസ കുറയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല എവിടെയും. 10,000 രൂപ ശമ്പളം? അത് ശരി. അല്ല, ശമ്പളം കരുണം പറഞ്ഞല്ലേ? ആദ്യം നിങ്ങൾ പണിയെടുക്കി നോക്കട്ടെ. 20,000 രൂപ കരുണം പറഞ്ഞത്. അതുകൊണ്ട് മാത്രം ഞാൻ വന്നത്. എനിക്ക് 25,000 രൂപ തരാന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ മീനാക്ഷി പോകില്ല. പറഞ്ഞ പോലെയാ. കരുണനാണ് എനിക്ക് എല്ലാവരുടെയും പണിയാക്കി തരുന്നത്. അപ്പൊ കരുണിന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു പോയല്ലോ. അപ്പൊ അത് കാരണം ഞാനിവിടെ വന്നതാ. പിന്നെ എന്താ 3 മാസത്തേക്കാണെന്നാ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. 3 മാസം കഴിഞ്ഞാൽ ഞാൻ വേറെ പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ പണി ഇഷ്ടപ്പെട്ട ഇവിടെ നിർത്തിക്കോളെ. എനിക്ക് 5,000 രൂപ പിന്നീട് കൂടി തന്നാൽ മതി. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ രാവിലെ? ഇല്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. അവിടെ മാവെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ദോശയും ചമ്മന്തി മതി. ദോശയും ചമ്മന്തി മാത്രമാണോ ദിവസം കഴിക്കുന്നത്? സാമ്പാറോ ചട്നിയൊന്നും ഇല്ലേ? അപ്പൊ നിങ്ങളുടെ ഭാര്യ മുമ്പ് ഒന്നും ഉണ്ടാക്കാണ്ട പോയത്? പിന്നെ എങ്ങനെയാ ചിക്കനും മീനൊക്കെ കഴിക്കുമല്ലോ അല്ലേ? എനിക്കതൊന്നും ഇല്ലാണ്ട് പറ്റില്ല. ഞാൻ ആദ്യം തന്നെ കാര്യം പറയാലോ. ചിക്കനും മീനൊക്കെ ഇപ്പൊ കൊണ്ടുവരും. ആളില്ലാണ്ട് വാങ്ങി വെക്കണ്ട വേണ്ട.
നീ ആദ്യം കേറ്. ആ കൊണ്ടുവന്നാ മതി. ആദ്യമായിട്ടാ ആണുങ്ങൾ ഒറ്റയ്ക്കുള്ള വീട്ടിൽ ഞാൻ പണിക്ക് വരുന്നത്. വിശ്വസിക്കാലോ അല്ലേ? പിന്നെ നിങ്ങളുടെ ഭാര്യേന്റെ പഴയ മാക്സ് അവിടെ ഇട്ടിട്ടുണ്ടാ? എനിക്ക് മാറ്റാനാ. ഈ നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് പണിയെടുക്കാൻ പറ്റില്ല, അഴുക്കായി പോകില്ലേ. എനിക്ക് ബസ്സിൽ പോകേണ്ട കാരണോ? അതൊക്കെ നിങ്ങൾ കൊണ്ടുപോകണ്ടല്ലേ? ഇവിടെ കൊണ്ടാണ് മാക്സി ഇട്ടിട്ട്. നിങ്ങളുടെ കവറിലെന്താ? ഓ, അപ്പൊ അത് ഞാൻ കരന്റെ അടുത്ത് പറയാൻ വിട്ടു. ഞാൻ പണിക്ക് പോകുന്നതൊക്കെ അങ്ങനെ തന്നെയാ. അല്ലാണ്ട് മാക്സിയും കൊണ്ട് ഞാൻ പോകില്ല. അവിടുത്തെ പെണ്ണുങ്ങളുടെ പഴയ മാക്സി എനിക്ക് തരും. കവറില് മൊബൈല്, എന്റെ പേഴ്സ്, എന്റെ തലയിൽ കേട്ട ഒരു തോർത്തും. മാക്സി മേലെ ഉണങ്ങാൻ ഇട്ടോ? അതൊന്നും എടുത്തോ? ആദ്യം കഴിക്കാൻ ഉണ്ടാക്കി തരാനല്ലേ ഞാൻ വന്നത്. ആദ്യം ഞാൻ കഴിക്കട്ടെ. ഞാൻ വീട്ടിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയതാ, ഒരു സാധനം കഴിച്ചിട്ടില്ല. കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി എഴുത്താത്ത മിന്ന്. അതെ, ഞാൻ കഴിക്കട്ടെ. നിങ്ങളിപ്പോ കഴിക്കാൻ ഉണ്ടാക്കി തരാം. ആദ്യം ഇവിടെ വന്നിരിക്കി. എനിക്ക് വിശക്കുന്നു. നിങ്ങൾ കഴിക്കാൻ ഉണ്ടാക്കി തന്നാലേ ഞാൻ തലകറങ്ങി വീഴും. ഇവിടെ വന്നിരിക്കണ്ടോളേ, ഞാൻ കഴിച്ചിട്ട് ഉണ്ടാക്കി തരാം. ഇത് എന്ത് പെണ്ണുങ്ങള്? ഇത് ഒറ്റ നടക്കി പോകുന്നൊന്നില്ലല്ലോ. ഇതാ കഴിച്ചോളേ. ചായ വേണോ? അവിടെ ആപ്പിള് മുന്തിരിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് തരാൻ വെച്ചതാണോ? മുറിച്ചു തരണ? ആപ്പിൾ ഇപ്പൊ വേണ്ട, കുറച്ചെടുത്ത് മതി. ഇതാ ഇവിടെ വെക്കുന്നുണ്ട്. എന്ത് പെണ്ണുങ്ങളാ, നല്ല സമാനം കെട്ടുമല്ലോ. അതെ, വെറുതെ ഇരിക്കല്ലേ അവിടെ. ഈ തുണികളൊക്കെ ഒന്ന് മേലെ കൊണ്ട് വെച്ച് തന്നാലേ എനിക്ക് ഉണങ്ങാനിടായിരുന്നു. ഈ ബക്കറ്റും തുണിയായിട്ട് കേറി എന്റെ കാൽ അത്ര ശരിയല്ല. പെണ്ണുങ്ങളെ ഒന്നിങ്ങോട്ട് വരി. എന്താ? പെണ്ണുങ്ങളെ അതേ വിളി വേണ്ട. എന്റെ പേര് സുധാകരൻ. ഒറ്റിട്ടുള്ള സംസാരം അത് വേണ്ട. എന്റെ ചെവി നന്നായി കേൾക്കാം. പിന്നെ ഇത് എനിക്ക് മേലെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിലേ നിങ്ങളെന്നെ പണിക്ക് വിളിക്കുവോ? അയ്യോ സാറേ, സാറിന്റെ കാല് സുഖമില്ലാണ്ടാണ് ഞാൻ ഇവിടെ പണിക്ക് വന്നുള്ള കാര്യം എനിക്ക് മറന്നുപോയി. ഇനി ഒച്ചയിടില്ല. ഇതിപ്പോ എത്ര നിൽക്കുന്ന ഒരു പിടുത്തൂല, കണ്ടാ അറിയണം. സാറേ, ഇത് ആപ്പിള് മുന്തിരിയൊക്കെ. ആപ്പിള് കട്ട് ചെയ്ത് തരാം. ഇവിടെ വെച്ചോ. അവിടെ വെച്ചിട്ട് വെക്കാം മീനാക്ഷി. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിക്കുന്നുള്ളൂ. ഞാൻ മുറിച്ചു തരാം സാറേ. കാല് വഴിത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകണ്ട. പിന്നെ സാറിന്റെ കാലിന് എന്ത് പറ്റിയതാ? ഞാൻ വണ്ടിയിൽ നിന്ന് വീണുന്ന. അങ്ങനെയാണ്. നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് പോകണം. അല്ല പിന്നെ വേണം ജ്യൂസ് അടിച്ച് വെച്ചാൽ അത്രയും നല്ലതാ. സാറ് വേണം ജ്യൂസ് അടിച്ച് കൊണ്ടുവരാം. മുന്തിരി ഫ്രിഡ്ജിൽ വെച്ചിട്ടേ നല്ല തണുപ്പ്. ചുറ്റുമുള്ള ആൾക്കാർക്ക് അങ്ങനെ നല്ല ആൾക്കാരാ. അതിപ്പോൾ അത്രയും ദൂരം പണിക്ക് വരേണ്ട ആവശ്യമില്ല. പക്ഷെ വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ട് കാരണം ഞാൻ വന്നതാ. അത് ഞാൻ വരില്ലായിരുന്നു. മീനാക്ഷി, ഇത് കാര്യം ചെയ്യും. ഇതെല്ലാം അവിടെ എടുത്തു വെക്കോ. ഇത് ആടെ കഴിച്ചോ. അപ്പൊ സാറിന് വേണ്ടേ? ഇതാണ് തറവാട്ടുകാരുടെ പണിക്ക് വരണമെന്ന് പറയണത്. ചില വീട്ടിൽ പണിക്ക് വിളിക്കും സാറേ, അടുക്കളയിൽ പോയി നോക്കിയാൽ വായിലൊക്കെ ഒരു സാധനം ഉണ്ടാകില്ല. ആ ചോറും കറി ആർക്ക് വേണം? ചിലവരുടെ വീട്ടിൽ ചിക്കനും മീനേ ഉണ്ടാവില്ല, വെറും പച്ചക്കറി. പണിക്ക് വരണമെങ്കിൽ നിങ്ങളുടെ വീട്ടുകളിൽ വരണം. കാരണം വിളിച്ച് പറഞ്ഞു, നല്ല ആൾക്കാരാണ്, ആ ശേഷി നല്ല സ്വഭാവമാണെന്ന്. അതല്ല ഇപ്പോ സാറ് മുഴുവൻ കഴിച്ച പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, സാറിന് ഞാൻ എന്താ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്, പാലെടുത്തിട്ട് തരാം. പാലും ബ്രെഡും സാറ് കഴിച്ച സാരമില്ല, ഭക്ഷണ സാധനങ്ങളല്ലേ,
കിട്ടാണ്ടായിട്ട് കഴിച്ചോട്ടെ പാവം. എന്നാ സാറേ ഒരു കാര്യം ചെയ്, പാലും ബ്രെഡും കഴിച്ചു സാറേ. ഇവിടെ വെക്കുന്നുണ്ടേ, ഇവിടെ ചൂടാറ് സാർ വേഗം കുടിച്ചോളേ. ഇവിടെ വെക്കുന്നുണ്ടേ. പിന്നത്തെ ബ്രെഡ് ഇതൊക്കെ ഭാര്യ വാങ്ങി വെച്ചതായിരിക്കും അല്ലേ പോകുമ്പോ. സാറേ അയ്യോ മീനാക്ഷി എന്ത് പണി ചെയ്ത് മുറിച്ച എനിക്ക് വേണ്ടേ? അയ്യോ ഇനിയിപ്പോ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല അല്ലേ, അത് ഞാൻ കഴിക്കാം അല്ലേ സാറേ. പാലോ അത് കുടിക്കോ? അത് ഞാൻ കുടിക്കാം. ബ്രെഡ് മാത്രം കഴിച്ചില്ലേ ഇറങ്ങില്ല സാറേ. അങ്ങനെയാണ് വേണ്ടത് ആൾക്കാര്. ഇത് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുവന്ന ശരിയാണ്. അപ്പൊ നിങ്ങൾ രാവിലെ എണിച്ച് മുറ്റം അടിച്ചില്ല തോന്നുന്നു അല്ലേ? ആവുന്നില്ല. ഇപ്പൊ വന്നപ്പോ തുടങ്ങി പണിയാ. 20,000 ഒന്നും ശരിക്കും പോരാ. ആ സാറ് കേട്ടാലും വേണ്ടില്ല, അത്ര പണിയുണ്ട് ഇവിടെ. പറയാ രണ്ടാള്. ചിലവിടെ പോയി തുണിയൊക്കെ അലക്കാൻ പറയും. പിന്നെ അലക്കൊന്നും വേണ്ട, മെഷീൻ അങ്ങ് എടുത്തിട്ടാ മതി. വലിയ വലിയ പപ്പായല്ലോ, താഴെ നിത്തില്ല. ആ സാറ് കാല് വയ്യാണ്ടിരിക്കല്ല, ആരും മേലേക്ക് കയറി വരുന്നല്ലേ. 2 പറിച്ചിട്ട് പോയപ്പോ ആരറിയാനാ. വേണ്ട, എങ്ങനെയെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാലേ വരുമ്പോഴേക്കോൾ ദാരിദ്ര്യം കാണിച്ചു പറയും. അവിടെ നിൽക്കട്ടെ, ഇന്ന് ദിവസം പണിക്ക് വരുന്നുണ്ടല്ലോ, ഓർന്ന് പറഞ്ഞ കറക്കി പറിച്ചിട്ട് പോവാ. അല്ല പിന്നെ ആ സാറ് ഇവിടെ വന്നിരിക്കുക. സാറേ സമയം 5:45. ഞാൻ എല്ലാ പണിയും ചെയ്തിട്ട് ഞാൻ പോവുകയാണ്. എനിക്കൊരു 2,000 രൂപ വേണമായിരുന്നു. എന്താ മീനാക്ഷി ഒരു ദിവസം പണിക്ക് വരുമ്പോഴേക്കും 2,000 രൂപ? അതെങ്ങനെ തരിക? എൻ്റെ പൈസ ഇല്ലല്ലോ. ഞാൻ ഇന്നത്തെ കൂലി മാത്രം അയച്ചുതരാം, നിന്റെ മൊബൈലിൽ അയച്ചുതരാം കേട്ടോ. സാറേ ഞാൻ നാളെ ലീവാണ്, ഒരു 2,000 രൂപ ഒന്ന് അയച്ചു തരും. എന്താ അറിയോ, എനിക്ക് കല്യാണത്തിന് പോകാനുണ്ട് ഒരു കുടുംബക്കാരൻ്റെ. 1,000 രൂപയെങ്കിലും അവിടെ കൊടുക്കണം. പിന്നെ ഞങ്ങൾക്ക് പോകാനും വരാനും ചെലവിന് വേണം. അത് കാരണമാണ് പറയുന്നത്. മറ്റന്നാൾ തുടങ്ങി ഞാൻ പണിക്ക് വരാം. നീ എന്തായാലും നാളെ കല്യാണത്തിന് പോവല്ലേ, ഒരു 1,000 രൂപ അയച്ചുതരാം. എന്നാ പിന്നെ വിട്ടോ. അല്ല സാറേ, നിങ്ങളുടെ ചേച്ചി എവിടെ? ഇത്രയും വൈകിട്ടാ വരിക. ഇപ്പൊ സമയം 6 മണിയായി. ഇനിയിപ്പോ ഞാൻ അവിടെ 7 മണി കഴിയും. എന്താ പറയാ, എനിക്ക് ബസ്സിന് 100 രൂപയുള്ളൂ. നിങ്ങളൊന്ന് കാര്യം ചെയ്യും, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? ഞാൻ നാളെ വരില്ല പറഞ്ഞാൽ മറ്റന്നാൾ എന്തായാലും ഉറപ്പായി വരുമ്പോൾ നിങ്ങൾ പൈസ അയച്ചു തരില്ല പറയുന്നത്. എന്നാൽ 1,000 എൻ്റെ നമ്പറിൽ അയച്ചു തരി. ശരിയെന്നാ ഞാൻ പോകട്ടെ. മറ്റന്നാൾ ഞാൻ പോയി വന്ന പോലെ തന്നെ. അല്ല അയാളുടെ ഭാര്യ എവിടെ? ഇത്രയും വൈകിട്ടാണ് ജോലി കഴിഞ്ഞ് വരുന്നത്. 2,000 രൂപയ്ക്ക് വിശ്വാസമില്ലാത്രേ. ഇനി അവർ ഒരാൾ കാത്തു നിന്ന് കിട്ടുമായിരിക്കും. ഇനി അത് ഏത് പിശുക്കെത്തിയോ? ഞാൻ പോകട്ടെ. ഇവിടെ എന്താ എത്ര നേരം? സമയം എത്രയായി? എന്താ പറഞ്ഞ ഇത്ര നേരം? ഞാൻ വിളിച്ചാണ് എടുക്കുന്നില്ല, ഞാൻ പേടിച്ചു പോയിട്ടോ. അല്ല സുധാട്ട, 1 മാസം ലീവ് എടുത്തതല്ലേ, കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ അത് നിങ്ങൾ വിളിച്ചിട്ട് എടുക്കാത്ത, ബസ്സിൽ നല്ല തിരക്ക്. പിന്നെ ഇപ്പൊ ഓട്ടോ പിടിച്ച് ഇവിടെ വന്ന് ഇറങ്ങിയതാണ്. അതൊക്കെ പോട്ടെ, കാലെങ്ങനുണ്ട്? അവളോ വന്നില്ലെന്ന്? ഓ അവള് വന്നു, 6 മണിക്കാ പോയത്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പോകുമ്പോ. അല്ല ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അടുത്ത കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. നാളെ ലീവാണ് അത്രേ. നാളെ ലീവോ? ഒരു ദിവസം വരുമ്പോഴത്തേക്കോ? അതെന്താ? നാളെ ഒരു കുടുംബക്കാരുടെ കല്യാണം പറഞ്ഞു. എനിക്ക് 2,000 ചോദിച്ചാ ഞാൻ 1,000 രൂപ വിളിച്ചപ്പോ ചെയ്ത് കൊടുത്തത്. അയ്യോ, ഇനിയിപ്പോൾ മറ്റന്നാ വരുവോ? നിങ്ങൾ എന്ത് ചെയ്യും സുധാട്ടാ? ഓട് മറ്റന്നാ വരാന്നല്ലേ പറഞ്ഞേ, അത് വരികയായിരിക്കും. നീ എന്തായാലും ലീവ് എടുക്കണ്ട, ഞാൻ കാര്യത്തിന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാറാണ് ഇവിടെ പറയാനുണ്ട്. അയ്യോ, ഞാൻ സമാധാനത്തിൽ ജോലിക്ക് പോയതാ. ഒരാളെ കണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? അഞ്ചേ അവിടെ അല്ലെങ്കിൽ വേറെ ആള്. നീ ഡ്രസ് മാറ്റി ഫ്രഷാക്ക്. ഇപ്പൊ വേറൊരാള് പറഞ്ഞ നമ്മൾ വിചാരിക്കും പോലെ കിട്ടുവോ? വരുമായിരിക്കും അല്ലേ? ഇവള് വരാന്നല്ലേ പറഞ്ഞത്.